ഹലോ ഡിയേഴ്സ്, ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാൽ ഞങ്ങളുടെ പൊന്നൂസിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ ആശം ഭയങ്കര വാശിയായിരുന്നു. പിന്നെ നാട്ടിലെ പോലെ മുറ്റത്തോ മണ്ണിലോ ഒന്നും കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവനെ ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട്. ബീച്ചിൽ കളിക്കാനുള്ള ടോയ്സൊക്കെ നേരത്തെ തന്നെ അവൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോയ് വേണമെന്നും പറഞ്ഞ് എന്നെ സോപ്പിടുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് കുവൈറ്റ് സിറ്റിയിലെ ടവറിനോട് അടുത്തുള്ള ബീച്ചാണ്. പിന്നെ മോൻ കൊണ്ടുവന്ന ടോയ്സ് എല്ലാം വെച്ച് കുറേ നേരം അവനവിടെ കളിക്കുമായിരുന്നു. നെക്സ്റ്റ് കലാപരിപാടി നമ്മുടെ ഫുഡാണ്. എവിടെ നിന്ന് കഴിക്കണമെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആശാസ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് നടന്നു. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻറ്റീരിയർ, ഡെക്കർ എല്ലാം കൂടെ നമുക്കൊരു വാം വെൽക്കമിങ് ആണ് ഫീൽ ചെയ്തത്. അവിടെ നിന്നും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിനോട് ചേർന്നുള്ള വാളിൽ ഒരുപാട് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ കണ്ട് ഇതൊക്കെ ആരാ അമ്മയെന്ന് ചോദിക്കുകയായിരുന്നു അവൻ എന്നോട്. ആശ മാമിൻ്റെ ഹാപ്പി ആയിട്ടും പ്രൗഡായിട്ടുമുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഫ്രെയിം ചെയ്ത് ഈ വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ നമുക്ക് അവർ പാടിയ പഴയ നമ്മുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ക്യൂൻ ഓഫ് ബോളിവുഡ് മ്യൂസിക് എന്നാണ് മാമിനെ അറിയപ്പെടുന്നത്. കൂടാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡർ കൂടിയാണ് മാം. ഫുഡിലും കുക്കിങ്ങിലും എല്ലാം പാഷനേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടായത്. നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് ഇഷ്ടമുള്ളവരായിരിക്കും മെയിൻലി ഇവിടെ വരുന്നവരെല്ലാം. ട്രഡീഷണൽ റെസിപ്പീസിന് ഒരു മോഡേൺ ട്വിസ്റ്റ് കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ആശാ മാമിൻ്റെ തന്നെ സോങ്സ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സർവീസാണ്. ഇവിടെ സ്റ്റാഫ്സ് എല്ലാം വളരെ ഡെഡിക്കേറ്റഡും പ്ലീസിങ്ങുമായ ബിഹേവിയർ ആയിരുന്നു. ഫുഡെല്ലാം ഓർഡർ കൊടുത്ത് ഞാനും മോനും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കളിക്കുമായിരുന്നു. കുറച്ച് നേരം വെറുതെ ഇരിക്കുന്നത് അവന് ഭയങ്കര ബോറിംഗ് ആണ്. സോ അവൻ എൻ്റർടൈൻ ചെയ്യിക്കുമായിരുന്നു കുറച്ച് നേരം. നമുക്ക് സീറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഫസ്റ്റ് തരുന്നത് പപ്പഡ് വിത്ത് 3 ഡിപ്സ് ആയിരുന്നു. സോ നമ്മുടെ സ്റ്റാർട്ടർ വരുന്നവരെ നമുക്ക് ഇതെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. സ്റ്റാർട്ടറായി ഞങ്ങൾ പാലക് ചാട്ടും പ്രോൺസ് കൊളിവാടയും ഓർഡർ ചെയ്തു. പാലക് ചാട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഇവിടെ. ക്രിസ്പി സ്പിനാച്ച് ടോപ്ഡ് വിത്ത് സ്വീറ്റ് യോഗേർട്ട്, ടാമറിൻ സോസ്, കൊറിയാൻഡർ സൽസ, പൊമഗ്രാനൈറ്റ് സീഡ്സ് ഇതെല്ലാം കൂടിയുള്ളൊരു മിക്സാണ്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. സാൽമയിലുള്ള ആശാസിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഈ പാലച്ചാട്ട് മുന്നേ കഴിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ കോഴ്സായിട്ട് ഞങ്ങളൊരു ബിരിയാണിയാണ് പറഞ്ഞത്. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇതുപോലെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പിന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണ് ഇവിടെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.